ഗൈസ്, അർജന്റീന കേരളം മണ്ണിലേക്ക് എന്നുള്ള ഒരു വാർത്ത വീണ്ടും സജീവമാകുന്നു. അപ്പം സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു വാർത്തകൾ വരുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജസ് വരാറുള്ളതാണ്. ഇത് നടക്കുമോ, ഇത് നടക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളത്. ആക്ച്വലി ഇതിപ്പം സ്പോർട്സ് മിനിസ്റ്റർ തന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പങ്കുവെച്ചതാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ ഒരു വാർത്തയിലേക്ക് വരുന്നൊരു സമയത്ത് ഇത് നടക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. ഒരു റിയലിസ്റ്റിക്കലി പോസിബിൾ ആണ്, ഇറ്റ് മേക്ക് സെൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ്. കാരണം നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പം നടക്കും, അല്ലെങ്കിൽ ജൂണിലേക്കുള്ള ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു. അപ്പം അതിനൊന്നും കാരണം ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു ജൂണിൽ തവണ നടക്കാനുള്ള സാധ്യത നോക്കണ്ട. കാരണം കോപ്പ അമേരിക്ക നടക്കുകയാണ്, അത് കഴിഞ്ഞുള്ളൊരു ഗ്യാപ്പിലൊന്നും അവർ വന്ന് കളിക്കാനുള്ള സാധ്യതയില്ല. അവർ ഫിഫ കലണ്ടേഴ്സിലൊക്കെ വന്ന് കളിക്കുകയുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നോ ഇറ്റ് മേക്ക് സെൻസ് എന്ന് പറയാനുള്ളൊരു കാരണം ഈ ഒരു 2025 ഒക്ടോബറിലെ ഒരു ഫിഫ കലണ്ടറിൽ വന്ന് കളിക്കാമെന്നുള്ള സമ്മതത്തിലാണ് വന്നത്. അതുപോലെ തന്നെ അർജന്റീനയുടെ ഫുട്ബോൾ ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാലയളവിൽ വന്നിട്ട് 2 മത്സരങ്ങൾ കേരളത്തിൽ കളിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് ഇന്ത്യക്കെതിരെ കളിക്കുമോ എന്നുള്ളൊരു കാര്യം ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യക്കെതിരെ കളിക്കുന്നുള്ള സാധ്യത ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇന്ത്യക്കെതിരെ അത് കളിച്ചുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിനൊരു വലിയൊരു സംഭവം എന്നുള്ളതല്ല. പക്ഷേ അർജന്റീന പറഞ്ഞാൽ ഇവിടെ വന്ന് കളിക്കുക എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴാണ് അത് ആരാധകരൊക്കെ എക്സൈറ്റഡ് ആയിട്ട് എടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ യൂത്ത് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് പദ്ധതികളൊക്കെയാണ്. അപ്പം ഇതിനകത്ത് ഒരു കാര്യം കൂടി ആ ഒരു മന്ത്രിയുടെ ഒരു പോസ്റ്റിലുണ്ടായിരുന്നു. അതായത് ഒരു ഗോൾ പദ്ധതി എന്ന് പറഞ്ഞിട്ട് എന്തൊരു സംഭവം, അത് 5000 നമ്മുടെ കായിക അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷനുമൊക്കെ ആയിട്ട് സഹായം തേടി അവർ ഹെൽപ്പ് ചെയ്യുന്ന എന്തൊരു പദ്ധതി. ഇപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. സോ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഗുണകരമാകുന്നത്, അതായത് ഇപ്പം കേരള ഫുട്ബോളിനാണെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിനാണെങ്കിലും ഗുണകരമാകുന്ന ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അത് തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഒരു 5000 കുട്ടികൾക്കൊക്കെ ട്രെയിൻ ചെയ്യണേ അതേപോലത്തെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പം മന്ത്രി അതുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് ആഷിഖിൻ്റെ ഒരു പരാമർശമൊക്കെ നടന്ന സമയത്ത് അതൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ. പിന്നെ എവിടെ വെച്ച് നടക്കുമെന്നുള്ളത് ഇനിയിപ്പോൾ 1.5 വർഷം ഉണ്ടല്ലോ. ഇപ്പം കൊച്ചി സ്റ്റേഡിയം റെനോവേറ്റ് ചെയ്യാനൊക്കെയുള്ള സമയമുണ്ട്. ഇനിയിപ്പം ഈ ഒരു ISL സീസൺ ശേഷം ഒരു വലിയ റെനോവേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഓൾറെഡി എന്തൊക്കെയോ റെനോവേഷൻസ് നടക്കാൻ പോകുന്നു എന്നുള്ളത്, അതായത് ISL മുന്നോടിയായിട്ടും റെനോവേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കും. സോ അതിൻ്റെ ഒരു റെനോവേഷൻ്റെ കാര്യത്തിലൊന്നും ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. കാരണം 1.5 വർഷം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ റെഡിയാക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഞാനീ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഇതാണ്. ഇത് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നു. സോ ഇത് ഇപ്പോൾ വരുന്നൊരു വാർത്തകളൊക്കെ അനുസരിച്ച് ഈ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ആണ്, പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു തരത്തിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമന്റ് ബോക്സിൽ കാണിക്കുകയാണെന്ന് വെച്ചാൽ സനിയ.